നമസ്കാരം. പുതിയൊരു വീഡിയോയിൽ ഇത് മാറിപ്പോയല്ലോ. നമസ്കാരം, നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോണെന്ന് വെച്ചാൽ ബെറ്റിംഗ് ആപ്പ്, അതുപോലെ തന്നെ ഓൺലൈൻ ഗെയിം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എൻ്റെ അനുഭവവും പിന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കണ്ടു നോക്കാം. നമുക്ക് അതൊരു വീഡിയോ കണ്ടു നോക്കാം. ബെറ്റിംഗ്, ഗാംബ്ലിംഗ്, ഇമാനത്തെ ഉഡായിപ്പ് ആപ്പ് പ്രൊമോട്ട് ചെയ്ത ഒരു ഇൻഫ്ലുവൻസർ, കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞ ടാഗിൽ ഇതാണ് ആ വീഡിയോ. നമുക്കപ്പോൾ ഇതിനെ കുറിച്ചാണ് നമുക്ക് കണ്ടു നോക്കാം. എന്താ ബാക്കി എന്താ പറയുന്നത് നമുക്ക് കണ്ടു നോക്കാം. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്ന ഒരു ബെറ്റിംഗ് പ്ലാറ്റ്ഫോം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി നമ്പർ ചോദിച്ചു. ഞാൻ നമ്പർ കൊടുത്തു. എനിക്ക് അറിയണമായിരുന്നു എത്ര തരും അല്ലെങ്കിൽ ഇവരെത്ര കൊടുക്കുന്നുണ്ട് ഈ ആളുകൾക്ക് എന്നറിയാൻ വേണ്ടിയിട്ട്. ഞാൻ അയച്ച സമയത്ത് തിരിച്ച് റെസ്പോണ്ട് ചെയ്ത സമയത്ത് ഇവരെനിക്ക് വാട്സാപ്പിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ലിങ്കൊക്കെ ചോദിച്ചു. ഞാനത് ഇട്ട് കൊടുത്തു. 1,00,000 രൂപ ഒരു വീഡിയോക്ക് ഞാൻ പറഞ്ഞു. ഓക്കെ, 1,00,000 റുപ്പീസ് പെർ വീഡിയോ. അപ്പോൾ അവരെന്തോ 1.35 മിനിറ്റ് എന്തോ ആണ് അവർക്ക് വീഡിയോ ചെയ്യാനുള്ളത്. അത് റീൽ ഫോർമാറ്റിലുള്ള വീഡിയോസാണ് അവർക്ക് വേണ്ടതെന്നും അവർ പിന്നെ നെഗോസിയേഷന് എന്നോട് ഫോൺ വിളിച്ച് സംസാരിച്ച് സാധനം സെറ്റാക്കിയപ്പോൾ ഇവന്മാർ പറയുന്നത് എത്ര അറിയാം നമുക്ക്? ദേ ആർ റെഡി ടു ഗീവ് 75 or 80,000 റുപ്പീസ് പെർ വീഡിയോ. ഇനി അങ്ങോട്ട് നിങ്ങൾ ആലോചിച്ചോ, ഈ ചെയ്യുന്നവർക്ക് എത്ര രൂപ കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഞാൻ പറഞ്ഞ എമൗണ്ടിലോ അല്ലെങ്കിൽ കിട്ടിയ ഓഫറിലോ ഞാൻ ഇനി എന്തെങ്കിലും കൂട്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ഈ നിങ്ങളിത് കളിച്ച് പൈസ നേടൂ എന്ന് പറയുന്നവർ, അവർ റെഡിയായി വന്നിട്ട് അവർക്ക് എത്ര കിട്ടുന്നുണ്ട് അവർ റിവീൽ ചെയ്യാൻ റെഡിയാണോ എന്ന് വെച്ചാൽ അവർ റിവീൽ ആയിട്ട് എത്ര കിട്ടുന്നുണ്ടോ. നാട്ടുകാരെ പറ്റിച്ചു ഉണ്ടായിപ്പിച്ച് കണ്ണീര് വീണ പൈസക്ക് ഇവർ ഈ ഉടായ്പ സാധനം കാശ് കൊടുത്ത് ഇവരെ കൊണ്ട് പ്രൊമോട്ട് ചെയ്യിച്ച് വീണ്ടും കാണിക്കുന്നത് ഇവരുടെ ഹൈഫൈ ലൈഫ് സ്റ്റൈൽ. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇവരോട് എത്ര രൂപ ഈ പ്രൊമോഷൻ വീഡിയോക്ക് നിങ്ങൾക്ക് എത്ര രൂപ കിട്ടുന്നു, അല്ലെങ്കിൽ ഈ ഉടായ്പകാർ നിങ്ങൾക്ക് എത്ര രൂപ തരുന്നു, ആ തരുന്നതിൽ നിന്ന് നിങ്ങൾ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. എൻ്റെ ക്ലോസ് ഫ്രണ്ട് ലിസ്റ്റിലുള്ള ഇതേ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആളുകളും ഇതേ ബെറ്റിംഗ് ആപ്പും സാധനങ്ങളും പ്രൊമോട്ട് ചെയ്ത് ഗാംബ്ലിങ്, ബെറ്റിംഗ്, കളർ, മറ്റത് അറച്ചത്, അങ്ങനെ കുറേ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പറയാനുള്ള ഒരേ ഒരു ഉത്തരം, പൈസ വേണ്ടേ? നിനക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നിനക്ക് വേറെ ബിസിനസ്സിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് പൈസ കിട്ടുന്നതും ഇപ്പോൾ പൈസ ഉണ്ടാക്കുന്നതും ഞങ്ങൾ ഇതിലൂടെയാണ്. ബ്രോ, ഞങ്ങൾക്ക് പൈസയാണ്, ഞങ്ങൾക്ക് പൈസ വേണം, ഞങ്ങൾക്ക് പൈസ ഉണ്ടാക്കണം. ഞങ്ങൾ ആരെയും നിർബന്ധിക്കുന്നില്ല. ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ ഞങ്ങൾ വീഡിയോ ഇടുന്നു. ആ ഇടുന്നത് കണ്ടിട്ട് ആരെങ്കിലും കളിച്ചിട്ട് ചിലപ്പോൾ കിട്ടാം, ചിലപ്പോൾ പോവാം. റിസ്ക്കാണ്. റിസ്കിൻ്റെ പേരിൽ നിങ്ങൾ ചെയ്തോ. ഈ ഒരു ഉത്തരമാണ് പേഴ്സണലി ഫ്രണ്ട്സിനോട് ഞാൻ പറയാറുണ്ട്, എടി വേണോ ഇത്? നോ. എല്ലാവരും പറയുന്നത് ഈ ഒരു ചോദ്യത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. പിന്നെ ലാസ്റ്റ് ക്ലോസ് ഫ്രണ്ട്സ് ഉള്ള കുറച്ച് ആൾക്കാരോട് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് നെയ്യതാ. അപ്പൊ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. അപ്പൊ ആരുടെങ്കിലും ഇപ്പൊ ഒരു അനുഭവം, ഒരു കാര്യം പറഞ്ഞാല് അവർക്ക് അത് മനസ്സിലാക്കാൻ പോലും പറ്റില്ല. കാരണം അപ്പൊ അവര് എന്നാ നീ ചെയ്യും, അങ്ങനെയുള്ള ഇതാണ്. മൂപ്പന്റെ അഭിപ്രായം പറഞ്ഞ പോലെ തന്നെ, നമ്മുടെ സെക്രട്ടറിന്റെ അഭിപ്രായം പറഞ്ഞ പോലെ തന്നെ ഞാനത് അഭിപ്രായത്തോടെയാണ്. കാരണം ഓൺലൈൻ ഗെയിം കളിച്ച് ഒരുപാട് പൈസ പോയ ഒരുപാട് ആളുകൾ നമുക്ക് പരിചയമുണ്ട്. കാരണം എന്റെ അനുഭവം പറയണ പറഞ്ഞാൽ ഞാൻ കളിക്കുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട്, അതായത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കോയമ്പത്തൂരിലുള്ള ഫ്രണ്ട്സും കാര്യങ്ങളും ഒരുപാട് ചെയ്യാറുണ്ടത്. അപ്പോൾ അവർ കാണിച്ച ഒരുപാട് പൈസ പോയ ഒരുപാട് ആൾക്കാരെ നമുക്കറിയാം. പറയുകയെന്ന് പറഞ്ഞാൽ എൻ്റെ പരിചയത്തിൽ 32 ലക്ഷം രൂപ പോയ ഒരാളിനെ പോലെ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ അത്രയും അത് ഒരുപാട് ഡേഞ്ചർ ആയിട്ടുള്ള സംഭവങ്ങൾ. 32 ലക്ഷം റുപ്യ എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, നമ്മൾ 32 ലക്ഷം റുപ്യ കടമായി. അപ്പോൾ അത്രയും ബാധ്യതയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് പരിചയത്തിൽ. പിന്നെ നമ്മുടെ വേറെ ഒരു ഫ്രണ്ട് പറയുന്നത് ഇവർ ഒരുപാട് ട്രിക്കുകൾ പറയും. ഇപ്പോൾ ഇവർ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ ഒരുപാട് ട്രിക്കുകളൊക്കെ പറയും. പക്ഷെ ആ ട്രിക്ക് ഇവരുടെ അടുത്ത് അത് തിരിച്ച് ചോദിച്ചാൽ, കാരണം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്, ഞാൻ ഇതുപോലെ ഒരു വ്ളോഗർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മെസ്സേജ് അയച്ചിട്ട് ഞാൻ അവരുടെ ഐഡിയ, അതായത് എന്താ അവരുടെ ഐഡിയ എന്നുള്ള പോലെ. ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് ചെയ്യുന്നത് കണ്ടിട്ട് അവരുടെ ഞാൻ അഭിപ്രായം ചോദിക്കുക. അവർ ഇത്ര അതൊക്കെ അവരുടെ ട്രിക്ക് പറഞ്ഞുതരോ എന്നൊക്കെ പണ്ട് നമ്മൾ ആ രീതിക്ക് സംസാരിച്ച് ലാസ്റ്റ് ഞാൻ ഒരാൾക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ജോഗിങ് ചെയ്യാൻ പോവാണ്, ഗെയിം കളിക്കാനുള്ള താല്പര്യമുണ്ട് എന്നൊക്കെ കൊണ്ട് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ അവരുടെ ഞാൻ അങ്ങോട്ട് ഡൗട്ട് ചോദിച്ചു. ഇത് നിങ്ങൾ എത്ര റൗണ്ട് വരെ, അതായത് ഈ ഗെയിമിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഗെയിം എത്ര റൗണ്ട് വരെ ഇങ്ങനെ പോകും, നമുക്ക് ഇപ്പോൾ ഒരു തോറ്റു പറഞ്ഞപ്പോൾ നമുക്കൊരു ബെറ്റ് വെച്ചു, അത് ഔട്ടായി പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടി. അപ്പോൾ അവർ അടുത്തടുത്ത് നിങ്ങൾ അത് ഒരു ലെവൽ പറഞ്ഞുതരും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എത്ര ലെവൽ വരെ പോകുമെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അവർ ബ്രോ ഇതൊരു ഗെയിമാണ്, നിങ്ങൾ നിങ്ങളുടെ റിസ്കിൽ ചെയ്യേ, വേറെ ഇതിലൊന്നും പറയാനില്ല. പിന്നെ അവരെനിക്ക് മെസ്സേജ് അയച്ചിട്ടില്ല. ഞാൻ മെസ്സേജ് പിന്നെ തിരിച്ച് അവർക്ക് അയച്ചാൽ അവരെനിക്ക് മെസ്സേജ് റിപ്ലൈ തന്നിട്ടില്ല. അതാ പറഞ്ഞത്. അപ്പോൾ അവർക്ക് ഐഡിയ ഒന്നുമില്ല.
അവർക്ക് ഇതേ തന്നെ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കത് ചെയ്യണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിറക്കണത്. എന്തായാലും ആരും പോയി പെടാതിരിക്കുക ഓരോ കാര്യങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ.